കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയാണ് പെയ്തത്. മഴയെ തുടർന്ന് നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളും വിവിധയിടങ്ങളിലായി സംഭവിച്ചു. ഇപ്പോഴിതാ മഴയ്ക്കിടെയുണ്ടായ ഒരു രസകരമായ സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ നിന്നുള്ളതാണ് ദൃശ്യം. കനത്ത മഴയ്ക്കു ശേഷം റോഡിലൂടെ ഇഴയുന്ന ഒരു ഭീമൻ മുതലയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കാറിലിരുന്ന യാത്രക്കാരനാണ് ദൃശ്യം പകർത്തിയത്. ചിപ്ലൂൺ എന്ന സ്ഥലത്തുള്ള റോഡിലാണ് മുതലയെ കണ്ടത്. സമീപത്തുള്ള ശിവ എന്ന പുഴയിൽ നിന്നും മുതല ഒഴുകിയെത്തിയതായിരിക്കാമെന്നാണ് സംശയം. പുഴയിൽ ഒരുപാട് മുതലകളുണ്ടെന്നും വിവരമുണ്ട്. ബംഗ്ലർ ഇനത്തിൽപ്പെട്ട മുതലകൾ രത്നഗിരിയിൽ ധാരാളമുണ്ട്. ഇന്ത്യയിൽ കണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട 3 വർഗം മുതലകളിലൊന്നാണ് മംഗ്ലർ വർഗം. അതേസമയം 88 വർഷത്തിനിടയിൽ പെയ്ത ഏറ്റവും കനത്ത മഴക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി സാക്ഷ്യം വഹിച്ചത്. വിമാനത്താവളത്തിലുണ്ടായ അപകടത്തിലുൾപ്പെടെ മഴക്കെടുതിയിൽ 4 പേർ മരിച്ചിരുന്നു. മഴവെള്ളത്തിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികളും മുങ്ങിമരിച്ചു. കെട്ടിനിന്ന മഴവെള്ളത്തിൽ നിന്ന് ഷോക്കേറ്റ് ഡൽഹി മുബാറക്പൂർ റോഡിൽ ശീഷ് മെഹർ എൻക്ലേവിനടുത്തുള്ള യുവാവും മരിച്ചിരുന്നു. 1936 ജൂണിലാണ് ഡൽഹിയിൽ ഇതിനു മുൻപ് ഇത്രയും കനത്ത മഴയുണ്ടായത്. അത് 235 മില്ലിമീറ്റർ ആയിരുന്നു. പ്രധാന റോഡുകളിലെല്ലാം വെള്ളക്കെട്ടായിരുന്നു. 100 കണക്കിന് വാഹനങ്ങൾക്ക് നാശനഷ്ടവും സംഭവിച്ചു. താണ പ്രദേശങ്ങൾ മുങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അടിപ്പാതകളിൽ വെള്ളം നിറഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മരങ്ങൾ കടപുഴകി വീണു. രൂക്ഷമായ ഗതാഗതക്കുരുക്കുണ്ടായി. പ്രതിഗതി മൈതാൻ അടിപ്പാത അടക്കമുള്ളവ അടച്ചിരുന്നു. ശാന്തിപത്, മിൻഡോ റോഡ്, തീൻമൂർത്തി മാർഗ്, കൊണാട്ട് പ്ലേസ്, മോട്ടി ബാഗ്, ദൗലാകുവ, അരബിന്ദോ റോഡ്, IIT മേൽപ്പാലം, ഇന്റർലോക്ക്, ഓൾഡ് റോഹ്തക് റോഡ്, സക്കിറ അണ്ടർപാസ്, വീർബന്ദ, ബൈരാഗി മാർഗ് എന്നിവിടങ്ങളിൽ വൻ ഗതാഗതക്കുരുക്കുമുണ്ടായിട്ടുണ്ട്.